സുണ്ടേനെ കിടത്താനുള്ള തൊട്ടിലാണ് ഗായ്സ്. ഇതാ അവൻ കിടന്നാ മതിയായിരുന്നു, ഇറങ്ങി ഓടി നമ്മളെ കുഴപ്പത്തിലാക്കാതിരുന്നാ മതിയായിരുന്നു. പരിപാടി അപ്പൊ ഇന്നാണ് ആ ദിവസം. ഞങ്ങളും അതേപോലെ നിങ്ങളും ഒരുമിച്ച് കാത്തിരുന്ന ആ ദിവസം. നമ്മുടെ സുട്ടുമണിയുടെ നെയിമിങ് സെറിമണി ആണെന്ന്. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ധാരാളം പേര് നമ്മുടെ സുട്ടുമണിയുടെ നെയിമും കാര്യങ്ങളൊക്കെ ഗസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെയും മറന്നിട്ടില്ല. ഉടനെ തന്നെ അത് റിവീൽ ചെയ്യും. ഗിഫ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെയിൻ ആളിവിടെ, മെയിൻ ആള് നമ്മുടെ സുട്ടുമണിയാണ് കേട്ടോ. അപ്പൊ ആളെ ഒന്ന് നോക്കാം. എടാ ചുമ്മാണി കാല് വെച്ചോ, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. അവൻ ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പൊ ഇവിടത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വൈബാണ്. അപ്പൊ നേരെ നമുക്ക് അമ്മുക്കുട്ടിയെന്ന് തുടങ്ങാം കേട്ടോ. അമ്മൂസേ, എന്താണ് നീ ചെയ്യുന്നത് ഇവിടെ? മഹാ എല്ലാവരും പല വഴിക്കായി കഴിച്ചത്. ഇവിടെ ഞങ്ങള് ഇന്നലെ രാത്രി നൈസായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ തൊട്ടിലിമേന്ന് തുടങ്ങാം. ഇത് ഞങ്ങൾ ഇന്ന് രാവിലെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. കാരണം അമ്മൂസിന്റെ രീതിയിൽ ധാരാളം ചടങ്ങുകളുണ്ട്, തൊട്ടിൽ വെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ഗായ്സ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെയുണ്ട്? വൈബല്ലേ? ഒരു കള്ള കൃഷ്ണനെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ്, ഇത് ചെയ്തു തന്നേക്കുന്നതൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും വീട്ടിൽ. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഗായ്സ് കാര്യങ്ങളൊക്കെ. ബലൂണ് നമ്മളെ സുട്ടുമണി പിള്ളേരെ സെറ്റിന് കളിക്കാനായിട്ട് ബലൂൺ ഉണ്ട്. ആളുകൾ ആരും എത്തിയിട്ടില്ല, എല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എക്സൈറ്റ്മെന്റ് ആണ് ഗായ്സ്. എനിക്കൊന്ന് പോയി കുളിക്കണം. പക്ഷെ എനിക്കല്ല, ഞങ്ങൾക്കൊന്ന് പോയി കുളിക്കണം. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഗായ്സ് ഞങ്ങൾ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കേട്ടോ. ഇത് കുളിച്ച് ലെങ്ത് ഉണ്ടാകും. കാരണം നമ്മുടെ ചുറ്റുമണിയുടെ നെയിം റിവീലിംഗ് കൊണ്ട് പിന്നെ ധാരാളം ചടങ്ങുകളുണ്ട്. അപ്പൊ എല്ലാം കവർ ചെയ്യണം. അപ്പൊ അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പൊ ഗായ്സ് എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മൂസിനെ നോക്കിയാ എടി സുന്ദരി. അപ്പൊ നമ്മുടെ ചുറ്റുമണിയെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ആളുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജാരി കാര്യങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. പയ്യെ ആളുകളൊക്കെ എത്തി തുടങ്ങി കേട്ടോ. അപ്പൊ പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും എത്തി തുടങ്ങുന്നു കേട്ടോ. പയ്യെ എത്തി തുടങ്ങുന്നു എല്ലാവരും. അപ്പൊ നമുക്ക് നേരെ പരിപാടിയിലോട്ട് കിടക്കാം ഗൈസ്. ചടങ്ങുകൾ ആരംഭിക്കാറായി കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ചടങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ പൂജാരി ഈ ചടങ്ങിനെ കുറിച്ചും ചടങ്ങിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ ഒന്ന് പറഞ്ഞു തന്നു കേട്ടോ. ഈ ഒരു പരിപാടിക്കായിട്ട് നമ്മൾ അമ്മുക്കുട്ടിയുടെ കസ്റ്റമാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ധാരാളം ചടങ്ങുകളുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ഹോമകുണ്ട് ഒരുങ്ങി സുട്ടുമണി വന്നു. അങ്ങനെ അതെ ചടങ്ങ് തുടങ്ങുവാണ് കേട്ടോ. രാവിലെ മധുരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവൻ്റെ ഗ്രഹവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അരിയിൽ എഴുതാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അപ്പൂപ്പൻ്റെ പേര് അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം ഓരോന്നായിട്ട് അവൻ്റെ ചെവിയിൽ പറയുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. അവൻ്റെ പേരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ അവൻ്റെ അടുത്ത് നമ്മൾ പറയും കേട്ടോ. അടുത്തതായിട്ട് നൂലുകെട്ടാണേ. അമ്മയില്ലാത്ത കാരണം അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ അമ്മയുടെ സ്ഥാനത്തിരുന്നത്. കൂടെ ചുറ്റൂര് രണ്ട് തളയും കൂടിയാണെങ്കിൽ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വെല്ലിച്ചന്റെ വക ഒരു അരഞ്ഞാണവും അപ്പൂപ്പന്റെ വക ഒരു മാലയും പിന്നെ അമ്മൂമ്മമാരുടെ വക വളയും പിന്നെ ബാക്കിയുള്ള അമ്മൂമ്മമാരും ചിറ്റമാരും ആന്റിമാരും ഒക്കെ ധാരാളം ഗിഫ്റ്റുകളാണ് കേട്ടോ സുട്ടുമണിക്കായിട്ട് കൊണ്ടുവന്നത്.
കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കുമാണ് കേട്ടോ അടുത്ത സെറ്റ് പൂജകൾ ആരംഭിക്കാമെന്ന് പൂജാരി പറഞ്ഞത്. അങ്ങനെ നമ്മൾ അടുത്ത സെറ്റ് പൂജകൾക്കുള്ള ഒരുക്കങ്ങളായി. തുട്ടുമണിക്ക് കണ്ണ് കിട്ടാതിരിക്കാനുള്ളതും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്ക് വലുതായിട്ട് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോമകുണ്ടത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒരുക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ പെൺപടകളുണ്ട്, പിന്നെ പുറത്ത് ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആള് വിശന്ന ആപ്പാട ഇതായി കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് തൊട്ടിൽ വെപ്പ് അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ബലൂസേ പിന്നെ അതേ ആളുകളൊക്കെ ഇവിടെ എത്തിത്തുടങ്ങിയില്ല, ആളുകളൊക്കെ ധാരാളമായി. പിന്നെ നമുക്ക് തൊട്ടിൽ വെക്കണതിൻ്റെ ചടങ്ങ് കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മുടെ സുട്ടുവിൻ്റെ തൊട്ടിൽ വെപ്പ് ചടങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സുട്ടുമണീനെ പയ്യെ തൊട്ടിൽ വയ്ക്കാനായിട്ട് അവളുടെ മേമ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് കൊങ്ങണികളുടെ ആചാരത്തിലെ ഒരു മെയിനായിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ തൊട്ടിൽ വെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ചെറിയൊരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ പാട്ടൊന്നും നമ്മളിതിൽ കാണിക്കാത്തത്. നല്ല കരച്ചിലാണ് കേട്ടോ തൊട്ടിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. ഒരു രക്ഷയില്ല. നമുക്കിനി പേര് റിവീൽ ചെയ്യുന്നത് പുതിയ സെറ്റപ്പ് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മുടെ സുത്തമ്മയുടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാം ഇവിടെ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഗായ്സ് നമ്മുടെ പരിപാടി എല്ലാം ഏകദേശം ശുഭമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മൂസും കുഞ്ഞും ദേ ഇവിടെ ഉണ്ടോ. അയ്യോ അടാ ഓ കരച്ചിലാണല്ലേ. ഇവിടെ ഞങ്ങള് തൊട്ടിലൊക്കെ കിടത്തി ആപ്പാറ ക്ഷീണിച്ചിരിക്കണാണ് അല്ലേ. അമ്മയും കുഞ്ഞു മാത്രമല്ല, അമ്മയും അച്ഛനും രണ്ടുപേരും അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോ നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.